ഇന്നത്തെ ചലഞ്ച് ഫുഡ് ഈറ്റിംഗ് ഇന്നത്തെ ചലഞ്ച് മിസ്റ്ററി ഫുഡ് ചലഞ്ച്. ഗൈസ് ഇന്നത്തെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോളിനകത്ത് 15 നമ്പേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിക്ക് ചെയ്തിട്ട് ഏത് നമ്പറാണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഇവിടെ ബോക്സസും കാര്യങ്ങളും ഉണ്ടാവും. ഓരോരോ ബോക്സസിലും ഓരോരോ നമ്പേഴ്സ് ആയിരിക്കും. 15 നമ്പേഴ്സ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഏത് നമ്പറാണോ കിട്ടുന്നത് ആ നമ്പറിന്റെ ബോക്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള എന്ത് ഫുഡ് ഐറ്റം ആണോ അത് കഴിക്കാനും പറ്റും. അപ്പൊ ഫുള്ള് ഫുഡ് ഐറ്റംസ്. ചിലപ്പോൾ പണിയായിരിക്കും, ചിലപ്പോൾ പാവയ്ക്ക ജ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ ഇഞ്ചി ജ്യൂസ് ഉണ്ടാവും, ഇഞ്ചി ഷേക്ക് ഉണ്ടാവും. പറയാൻ പറ്റത്തില്ല ബ്രോ. ഒന്നുമില്ലല്ലോ, ആൻസറിങ് ഒന്നുമില്ല, ആൻസറിങ് പരിപാടി ഒന്നുമില്ല. എല്ലാം തിന്നാൻ കിട്ടും. പക്ഷെ ഇതിനകത്തുള്ള പണിയാണോ അല്ലയോ എന്നാണോ നമുക്കറിയാം. ലക്ക് വേണം. നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക, എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 1 മില്യണിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കാം. ഇനി ഇവിടെ കുറച്ച് ഐറ്റംസ് വരും. ട്രാൻസിഷൻ വീഡിയോയിലേക്ക് ചെന്നിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞുള്ളൂ. ബ്രോ ബെഗിനറല്ലേ, നോക്കിക്കോളാം കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മാറാൻ പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം എത്തിയിട്ടുണ്ട് ഗൈസ്. സാധനം എത്തി. ഞങ്ങളും ചേഞ്ച് ആയി പോയല്ലോ. അതോടെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതല്ലേ പറഞ്ഞത്. സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് അതെ ഇതിനകത്തൊക്കെ തൊട്ട ഈ സാധനം കിട്ടത്തില്ല കേട്ടാ. തൊട്ട സാധനം അവിടെ പോകും. അല്ല ഇതിന്റെ ഉള്ളിലൊക്കെ എന്ത് ഫുഡ് ഐറ്റംസ് മുരിങ്ങാക്കോല്. സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എന്തായാലും നമുക്ക് ബൗളിൽ നിന്ന് ഓരോ നമ്പേഴ്സ് നമുക്ക് തെരഞ്ഞെടുത്ത് തുടങ്ങാം. ആർക്കാ ഫസ്റ്റ് ഞാൻ. അപ്പൊ എന്തായാലും നമുക്ക് തുറക്കാം. 14. ഇതാ 40. ഇത് എടുക്കട്ടെ ബ്രോ. എന്നാ ബ്രോ തുറന്നു നോക്കിയ ബ്രോ. അത് എന്തിനാ ബ്രോ നോക്കണേ? അത് ആ ബ്രോഡ് ഇല്ലേ? എനിക്ക് എന്താ വലുതായിട്ട് നോക്കിക്കൊണ്ടിരുന്നോ? അപ്പൊ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ലോലിപോപ്പ്. ഗൈസ് എഡിൻ വിസിബിക്ക് മിസ്റ്ററി ബോക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ലോലിപോപ്പ് ആണ്. വലിച്ചോണ്ടിരിക്കാൻ. യു കണ്ടിന്യൂ ബ്രോ. നെക്സ്റ്റ് വൺ. ഒന്നോ ആണിത്. ഇത് എംബോ വഴിയായിട്ടുണ്ട്. എന്താ മൈസൂർ നല്ല മണം വരുന്നുണ്ട്. ഒന്നൊന്നും കൊടുത്തേ ജപ്പാനായിട്ട്. കൊള്ളാം. അൾട്രാ മധുരം. അൾട്രാ മധുരമാണോ? കഴിക്കാൻ പറ്റുന്നില്ലല്ലേ? കഴിക്കാൻ പറ്റുന്നില്ലേ കൊടുക്കാലോ ബ്രോ. വേണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാവോ? ഷെയറിംഗ് ഉണ്ട്. ഷെയറിംഗ് ബ്രോ എടുത്തോ. നോക്കട്ടെ. ഇത് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഗെയിമാണ് കേട്ടോ. ഇതിനകത്ത് വേണ്ടായിട്ട് പണിയൊന്നുമില്ല. വെറുതെ എടുക്കുക തിന്നുക. അത് കണ്ടല്ലറിയാം എന്തോ ഉടായ്പ സാധനമാണ്. അതിന്റെ ഉള്ളുണ്ട് കഴിക്കി. എന്നിട്ട് റിങ്ങിന്റെ തൊണ്ട കൊടുക്കി ചത്തിരിക്കും. ബ്രോ ലഡു. എനിക്ക് ലഡു ഇഷ്ടമുള്ള സാധനമാണ്. മണത്ത് നോക്കുന്നതിന് കടിക്കുന്നതിന് 19 വയസ്സായല്ലോ. ശരിയാ 19 വയസ്സായിട്ട് 50 ചെവി കേൾക്കാൻ പറ്റും. മധുര ഹെവിയാ. മധുരം ഹെവിയാണോ? എന്നിട്ട് പിന്നെ എന്തിനാ കഴിക്കുന്നത്? ചലഞ്ചല്ലേ ബ്രോ ഇത് ചെയ്യണേ. അയ്യോ കഴിക്കാതെ ഇരിക്കാം ബ്രോ. ഫുള്ള് കഴിക്കാതെ ഇരിക്കാം. ഫുഡ് വേസ്റ്റ് ആക്കരുത്. ആണല്ലോ അല്ലേ? എന്തോരം പാവങ്ങളാ ഫുഡിന് വേണ്ടി സൊമാലിയല്ലേ ഫുഡിന് വേണ്ടി എന്തോരം പാവങ്ങളാന്നറിയോ? അപ്പൊ നമുക്ക് അന്ന് വേസ്റ്റ് ആക്കരുത്. ഫുഡ് ആരും വേസ്റ്റ് ആക്കരുത്. നമുക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി എടുത്തു. നീ എടുത്തോ? കേക്ക് ആണോ? കിട്ടിയില്ലേ? ഇതിനകത്ത് എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഗസ് ചെയ്യുന്നില്ല. അതെന്താ അറിയാവോ? അത് മിക്കവാറും മറ്റേ കഴിഞ്ഞ ദിവസം നമ്മളെ തന്ന പറ്റിയ സാധനം തരുന്നറ
മറ്റേ മധുരത്തിന് ലാസ്റ്റ് മറ്റേ ഗുലാബ് ജാമി ഗുലാബ് ജാമുൻ ഉണ്ടല്ല. അല്ല, അന്ന് നമ്മൾ 17,000 രൂപ കൊടുത്ത് വിളിച്ചെടുത്ത മറ്റേ സാധനം എന്തായിരുന്നു? രണ്ടുണ്ട. ആ രണ്ടുണ്ട്. തേമിഠായി. തേമിഠായി ഈ ബൂസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര വൈബ് കേട്ടോ. അങ്ങനല്ല, ഈ കയ്യിലിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കണത്. അത് വേറെ സാധനം, അത് വേറെ സാധനം, അത് പ്രോ അല്ല, അത് ബ്രോ അമ്മമാര് വെക്കുന്ന തമ്പാക്ക്. ബ്രോ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പിള്ളേരെ എഴുതുന്ന പോലെ. ഇത് ബൂസ്റ്റ്. അമ്മമാര് പോയി അമ്മാവാ. കണ്ട അമ്മാമാരൊക്കെ വിട്ട് ചലഞ്ച് കയറിയത പ്രശ്നം. എന്റെ പൊന്നു. ഇനി ഞാൻ 9. ബ്രോയുടെ എംബ്രോയിഡിയിലോ? അല്ല, ഇത് 6. അത് 9 ആണ് ബ്രോ. ഒന്ന് എടുക്ക്. ഇതെത്രയാ? അയ്യോ ഇതായിരിക്കുന്നതാന്ന് തോന്നുന്നു. രാണാടെ അതല്ലേ പറഞ്ഞ വലിയ പണ്ട് കുത്തി കയറ്റി. ഷെയറിംഗ് ഇല്ല ബ്രോ. ക്രീമണ്ണാണല്ലേ ബ്രോ? ബൂസ്റ്റിനെയും വേണ്ട. അതിനാലേ വാതി വീത് വെച്ചിവിടെ. മറ്റു സാധനം ബണ്ണ് എവിടെയാ? ബണ്ണ് ഇത് ഹനുമാൻ വന്നോണ്ട് പോകുന്നു. മറ്റേ സിനിമ ദിലീപിന്റെ സിനിമ എന്റെ 11. ഓ ട്രോപ്പിക്കാന. അടിപൊളി സാധനം. സൂപ്പർ. കുടിച്ചോ, വാലിച്ചാൻ കുടിച്ചോ. സ്ട്രോ ഇട്ട് ഉറിഞ്ചി കുടി. ഇത് പെപ്സി ആക്കിയാലോ? പെപ്സി ഇപ്പൊ നോക്കിയിരുന്ന 2. തിന്നെ ഡയറി മിൽക്ക് ഇഞ്ഞ് 10. മെസ്സി. ഓ മാൻ, സ്കിബിഡി. പുഴു പോലെ പുഴു. ഇതെല്ലാം തിന്നു. ഇറങ്ങില്ലല്ലോ തേങ്ങ. അയ്യോ, വെള്ളം തരാൻ പറ്റില്ല. ഒറ്റ വലി കുടിക്കുന്നത്. ഇല്ലില്ല, ഷെയറിങ്ങില്ല. വലിയ തന്നെ എടുക്കാം. 6. നിന്റെ കൈക്ക് ഭയങ്കര ഷെയറൊക്കെ പറ്റിയോ ബ്രോ? ഷെയറൊക്കെ പറ്റിയോ? പറ്റില്ല. തീർക്കല്ലേ ഇത് കഴിക്കും. എനിക്കിത് ഇഷ്ടം. കൊക്കക്കോള എപ്പോഴും കുടിക്കണേ. ബ്രോ കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തെടുത്തോ? വേണ്ട, ഞാൻ പൊട്ടിച്ചോളാം. എനിക്ക് പൊട്ടിക്കാൻ കഴിയും. കൈമുറി കിട്ടാൻ വേണ്ടേ? അപ്പാ ഞാൻ നോക്കിക്കോളാം. അപ്പാ ഇതെങ്ങനെ കുളിക്കണ്ടി പണി. എടി മോനെ, ഇതൊന്നും വേണം പൊട്ടിച്ചോ. ബ്രോ തിന്നുവാണോ തുപ്പുവാണോ? അതിനകത്ത് കോക്കെന്നല്ലേ, കൊക്കക്കോള. പച്ചവളക്ക് വല്ല പച്ചവളം എടുത്ത് കൊടുക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ക്രൂ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കും. അതിനകത്ത് 5 റൗണ്ടാണുള്ളത്. 5 റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ടീം ഏതാണോ അവർക്ക് ഈ 2 ബോക്സിൽ, ഈ ബ്ലൂ ബോക്സിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ തുടങ്ങിയല്ലോ. സ്റ്റോൺ പേപ്പർ സിസർ. 1. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. 2 3 എന്നിട്ട് വെള്ളം ഇറക്കിയല്ല. സ്റ്റോൺ പേപ്പർ സിസർ. നിങ്ങൾക്കൊന്ന്. സ്റ്റോൺ പേപ്പർ സിസർ. 2. സ്റ്റോൺ പേപ്പർ സിസർ. 5 ജയിച്ചില്ലേ? ഞാൻ ജയിച്ചല്ലോ. അയ്യോ, ഞാൻ ജയിച്ചു. അതങ്ങോട്ട്
അതിങ്ങോട്ടില്ല, അത് ഇവിടെ തന്നെ ഇരിക്കും. ഇതിനകത്ത് ഏത് വേണം? ഇത് നമ്പർ അതേതാ നമ്പർ നോക്കിയാ? അതേതാ നമ്പർ നോക്കിയാ? 12 12 വേണോ 7 വേണോ? 7 വേണോ? അതോ 7 ഒന്നാണോ? ഇത് 7. മാമന് ഏതാ ഇഷ്ടം? 7. എനിക്ക് 7 ആണോ? എന്നാ 12. അതെ 7. മാമന് ഇഷ്ടമല്ല. എന്താണ് പെർഫ്യൂം അത്? ഇത് താമോലെ ഇത് പറ്റിയ മാമ. ഫാന്റസി നട്ട് നട്ടാ ആരുടെ കഴിക്കരുത്. മാറ്റി വെച്ചോ. നിനക്കില്ലല്ലോ. ഇല്ലേ ഇല്ലേ? അപ്പൊ അത് എടുത്തിട്ടോ. അന്തരണ്ടല്ലോ സ്പൈറുണ്ട്. അതൊക്കെ കൊള്ളാം. തമാശയൊക്കെ പറയാം. എന്റെ വെബ്സൈറ്റിൽ പോയാലോ? വെബ്സൈറ്റിൽ കോള. ഒരാൾക്ക് കോക്ക് ഒരാൾക്ക് നട്ട്. ഇയാൾക്കൊന്നും ഇല്ലല്ലേ? ഇവിടെ 3 ബാക്കിയുണ്ട്, എടുത്ത് വെച്ചു. അല്ല നിങ്ങളൊക്കെ ഇതിന്നല്ലേ ചട്ടെടുത്തിട്ടാറ് ഇപ്പൊ ഇനി നമുക്ക് നോർമലി ഫോളോ ചെയ്യാണ്. എടുത്തോ റൗണ്ട്സ്. ലെറ്റ്സ് ഗോ. മാമ നോക്കി എടുക്കണേ. 13. ഇത് ബ്രോ ഇത് തന്നെ ഫിറ്റിംഗ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്തോ ഒരു സാധനം നല്ലതില്ല? ജെല്ലിയാണ്. അങ്ങനെയല്ല ഞാൻ കഴിച്ചു പിടിച്ചോണ്ടി. ഇത് സ്ട്രോ ഉണ്ട്. സ്ട്രോ ഒന്നും അല്ല ബ്രോ, ഇത് സ്ട്രോയും തേങ്ങൊന്നും ഇല്ല. ഇത് ഇങ്ങനെ ഇതിന് സ്ട്രോ ഉണ്ട് ശരിക്കും. അത് കുഴപ്പമില്ല. കൈ കൂട്ടി അപ്പൊ അല്ലെന്നേ പറ്റീര. ഇതേ വരൂടാ. ഇത് മറ്റേ മരുന്നിന്റെ ചോള സാധനല്ലേ? എനിക്കറിയാം. ഇത് വാട്ടർമെലൺ. ഇല്ല അങ്ങനെ പറയാ, ഇത് മരുന്നിന്റെ ചോളയുള്ളതാ. എന്തോ 12 അതാ നീല. ഇതാ ഒരു ലെറ്റർ. സേ ഉള്ളി ഹഗീസാ until 3 round. Say only huggies until 3 round. അതായത് ഒരു മൊട്ടയുമില്ല. ഒന്നുമില്ല. ഹഗീസ് ഹഗീസ് മാത്രം പറയാൻ പാടുള്ളൂ. സ്നെഗ്ഗി ഇട്ടിട്ട് ഹഗീസ് huggies. ഹഗീസ് Huggies. ഹഗി Huggies. Huggies. ഹഗി ഹഗ് ഹഗി ഹഗ്ഗി വേണ്ട, സ്നെഗ്ഗി മതി. മാമന്റെ പറഞ്ഞേ. ഹഗി 5 ശരിച്ചു നിർത്തി വല്ല ശവായിരിക്കണേ. ഇതില് ഞാൻ വേർത്താണ്. ഓ ഇതില് ഞാൻ സത്യം പറയട്ടെ ബ്രോ, എനിക്ക് ഇപ്പോഴാണ് ചലഞ്ച് ഇഷ്ടപ്പെട്ട. ഹഗി അല്ല അടുത്ത റൗണ്ട് ഇല്ലല്ലോ. റൗണ്ടില്ലല്ലോ. റൗണ്ടില്ല. ഇനി നിനക്ക് ഒന്നുമില്ല. ഞങ്ങൾ ഷെയർ ഹഗി ഹഗി ഹഗ്ഗി. ഈ ചെറിയ നാട്ടിൽ എന്തുണ്ടാവാനാ? സോ ഗൈസ്, അപ്പോ എന്റെ ഊഴമാണ് ഗൈസ്. കഴിഞ്ഞില്ല ഇത്. 4 ഒന്നുമില്ല. ഇതിലെന്തോ ഞാനെന്താ ചോദിച്ചാണ് എല്ലാത്തിനും അത് നോട്ട് ചെയ്തിരിക്കണം ഇയാളെങ്കിൽ പിന്നെ തേങ്ങ കൊല. അത് അൽഫാമനായിരിക്കില്ല. എന്താണ് ഇത് കാണുന്നത്?
ഓ അൽഫാം സൂപ്പർ. സാധനം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്ക് വരുന്നു നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിട്ട്. ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഒന്നും കഴിക്കാതിരിക്കുകയാണ് എഡിൻ BGB. കിട്ടിയില്ലടാ മോനെ നിനക്ക് യോഗട്ട് കിട്ടിയില്ലേ? ഇല്ല എനിക്ക് മൈനസ് അത് അവർക്ക് പുള്ളി നോക്കിക്കോളും കുറച്ചോ കൂടുതൽ. ബ്രോ വേണമെങ്കിൽ ഇത് കഴിച്ചോ. ഓ നല്ല വിശന്നിരിക്കുന്നു സത്യം പറഞ്ഞ. ഞാൻ രണ്ടു ഉള്ളി കഴിച്ചോ? വേണ്ട ബ്രോ. അല്ല ബ്രോ ഉള്ളി കഴിച്ചില്ലേ അപ്പോ? അയ്യോ അത് കഴിക്കണം പിന്നെ ബ്രോ നല്ല അഭിനയക്കാരാണല്ലേ. അയ്യോ ഇനി അഭിനയിക്കാതെ വയലേക്ക് ഞാൻ ഇട്ടേരാവേ. ബ്രോയുടെ എല്ലാം ഞാൻ ഒരു മിനിറ്റ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ട് പാടി വെച്ച് കഴിക്കണോ? ഞങ്ങൾ പാവങ്ങളില്ല. എനിക്കറിയാം, പക്ഷേ എനിക്കറിയാം എല്ലാ ഇതും ഇയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവര് സേഫ് ആണ്. എനിക്ക് ഒരു ഫുഡ് ചലഞ്ചിൽ പോലും ഇതുവരെ ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ആലപ്പുഴയിൽ ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് വള്ളംകളി ഇല്ല. പക്ഷെ വൈക്കത്ത് അമ്പലം ഉണ്ടായത് അങ്ങനെയാണ്. താറാവുകളൊക്കെ പക്ഷിപ്പനിയല്ലേ? പൂരം വരെ ഉണ്ടാവുന്നു. ഓ പക്ഷെ പൂരമാണ് അടിപൊളി. ബ്രോ കഴിക്കും. പിന്നെ ഇത്തിരി കൂടെ പിന്നെ ഈ ഇവിടെ യുദ്ധം നടക്കില്ല. ഇടയ്ക്ക് നമ്മൾ ഈ ചിക്കനിലേക്ക് കൈ വരുമ്പോ ചിലപ്പോ ആൾക്കാർ ചിലപ്പോ രണ്ടടിയൊക്കെ തുപ്പിത്തരിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം കിട്ടുന്ന കേൾക്കാം. ഇവര് മറ്റേ കൊളാബറേഷൻ അല്ലേ ക്രൂ. നാളെ ജോം ചേട്ടനും കൊമ്പാച്ചനായിട്ട് റീല് കൊളാബ് വരും. കഴിക്ക് വയറ്റി കുടുങ്ങി ചത്തുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിന് ഞങ്ങൾ ഒരു പ്രത്യേക മിശ്രിതം ചേർത്ത് തരുന്നു. നല്ല ടേസ്റ്റ്. ഇത്രക്കുള്ള എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അൽഫാം കിട്ടിയില്ല. ഞാൻ കുറച്ച് ഇതിനകത്ത് ഷെയറിംഗ് ഇല്ല ബ്രോ. ബ്രോ നിങ്ങൾ എന്തുവായി ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നേ? എന്തൊരു പല ആൾക്കാർ പറഞ്ഞ് തീരുമാനം എടുക്കുന്നതാണോ കൊമ്പന്റെ ലൈഫ്? അതെ ഇല്ല എനിക്ക് വേണം. ഞാൻ ഒന്നും കഴിച്ചില്ല. കറ്റും കൂടി കൊഞ്ചി എനിക്ക് എന്തായാലും നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ 2 ഐറ്റംസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 2 നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തോ ലാസ്റ്റ് റൗണ്ട് എനിക്ക് അറിഞ്ഞൂടാ എന്താണോ ഇനിയിപ്പോ ജാക്ക് പോട്ട് സാധനം. അൽഫാമിന് മേലെ എന്തെങ്കിലും സാധനം ബർഗറാണോ പിസ്സ പറയാൻ പറ്റത്തില്ല. അതിനകത്തെല്ലാം എഴുതി ആക്കി വെച്ചാണ്. എഴുതി നോട്ടിട്ടൊക്കെ എനിക്കിപ്പോ അൽഫാം തന്നെ. ഇത് കണ്ടാലറിയാം ലോകൂടായിപ്പാ. നമ്മക്കല്ലേ അറിയാന്നേ. വരണം 17 മറ്റേ അതാ ജാക്ക് പോട്ട് തന്നെ ഇടിയില്ല ബ്രോയ്ക്ക്. എന്തിനാ ഇത്? അപ്പൊ എനിക്ക് എടുക്കാൻ അല്ല ബ്രോയ്ക്ക് ഇല്ലാന്ന്. ബ്രോയുടെ റൗണ്ട് കഴിഞ്ഞെന്ന് 15. ഇത് പറ്റത്തില്ല കേട്ടാ. ഇത് കള്ളക്കളി അല്ല. പപ്പാതില്ലേ? അല്ല ഇതല്ല, ഇത് എന്റെ ആയിരുന്നു. അതല്ലേ നിനക്ക് വന്നേക്കുന്നേ. എന്റെ പൗളിന്റെ പൗളിന്റെ അത് ചെക്കൻ്റെ റൗണ്ട് വിട്ട്. പിന്നെ ബ്രോ ബിരിയാണി ബ്രോ പ്ലീസ് ഗീവ് ബിരിയാണി. അല്ലല്ല നിക്ക എന്റെ ബിരിയാണി ആയിട്ട് എന്നിട്ട് എന്നാ പിന്നെ എടുത്തോ ചെക്കൻ്റെ പാതിയാ. പകുതി തരട്ടാ. നത്തിങ്ങിന്റെ പകുതി തരട്ടാ. എനിക്ക് പകുതി ഫുള്ള് എടുത്തോ. ഇത് താമര പുഴുകി തിരിക്കണേ. എനിക്കറിയാം ഇതൊക്കെ എന്ത് കള്ളക്കളിയാണ്. നിങ്ങളൊക്കെ കളിക്കണേ. നമുക്കൊന്നും വേണ്ട. സങ്കടമുണ്ട്.
ഞാൻ എന്തിനാ ഈ വെള്ളത്തിൽ കുടിച്ചത് എനിക്ക് മനസ്സിലാവാത്തത്. ഇല്ലെങ്കിൽ ആ ബിരിയാണി എനിക്ക് കിട്ടണതാ. നോക്കിയിരുന്നു ബ്രോ ബ്രോ ഐ ആം സ്മെല്ല് വരുന്നുണ്ട്. എന്റെ പൊന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് ഇട്ടേരാനാ? എനിക്ക് എടുക്കാല്ലോ, നീ കൈയുണ്ടല്ലോ. എന്നാണാവോ എനിക്ക് ഇതിനൊക്കെ ഒരു മോചനം കിട്ടുന്നത്. ബ്രോ അതിനകത്ത് ഒരു കഷ്ണം എടുക്കാൻ പാടില്ല കേട്ടാ. അയാളുടെ ആ ഫുള്ള് എണ്ണാക്കിലേ കുത്തി കയറ്റ് വേഴഞ്ഞ് ചത്തുപോട്ട്. എനിക്ക് കണ്ടിരിക്കാൻ വയ്യ. കാണണ്ട നീ. കാണുന്നില്ല കണ്ണടച്ച് അതുകൊണ്ടല്ലേ ഇങ്ങനെ നോക്കി അത് വേറൊരു മണ്ട Bro, വെള്ളം കുടിച്ചിരിക്കുന്നു. എന്നാ വേസ്റ്റ് വാത്താ. ബ്രോ വെള്ളം ഇച്ചിരി വേണമായിരുന്നു ബ്രോ. ആണോ? എക്സ്ചേഞ്ച് ഉണ്ട്. പൊട്ടാ കൊടുത്ത് ഇതെന്റെ വെള്ളം. കാര്യമല്ലേ, ഞാനത് കുടിച്ച പൗളായിട്ട് അവിടെ വെള്ളം കെട്ടിപ്പിടിച്ചിരിക്കും. എന്തിനും ആരാണോ പോലീസിനെടുത്തേ? എത്ര പേരാണ് ഇതിനകത്ത് എക്സ്ചേഞ്ച് ഇല്ലാതെ. അല്ല ഗെയിം കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലല്ലോ എടുക്കാൻ. ഇത് ഫൗളാ ഗൈസ്. എനിക്ക് വയറിൽ ഇനി സ്പേസ് ഉണ്ട് ബ്രോ. നിനക്ക് അല്ലെങ്കിലും കിട്ടില്ലായിരുന്നു. എന്റെ ബിരിയാണി ഇവൻ കഴിക്കണത്. നിനക്ക് എത്തിട്ടാ നിനക്ക് ഈ വെള്ളം കിട്ടി, പിന്നെ ഒരു നത്തിങ് കിട്ടി, അത്രേ ഉള്ളൂ. ശരിക്കും ഈ ബിരിയാണി ഇന്ത്യ കഴിക്കണോ? ബിരിയാണി തൊണ്ടയോടിച്ചാവണം. അടുത്ത ജന്മത്തിലെ ചിക്കനായിട്ട് ജനിപ്പിക്കണോ, എന്നിട്ട് അതിന് ഞാൻ കൊന്ന് തിന്ന് ബിരിയാണി വെക്കും. നോക്കിക്കോളോ. എനിക്ക് ഫുഡ് ചലഞ്ചിൽ എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് കിട്ടും അല്ലേ? കാരണം മിക്ക ഫുഡ് ചലഞ്ചിൽ എനിക്ക് നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ട്. ആണോ? എടേ എനിക്കൊക്കെ എന്നാടാ ഇതിൽ നിന്നൊരു മോചനം കിട്ടുന്നേ? മണം അടിച്ചെങ്കിലും കിട്ടുമോ? അണ്ണാക്കിലെ കുത്തി കയറ്റി കൊടുക്ക്. എന്താന്ന് വെച്ചാ തുപ്പില്ലേ പോരെ കിട്ടിയില്ലേ? എനിക്കുണ്ടല്ലോ വെള്ളമൊക്കെ വന്നിട്ടേ ഭയങ്കര സങ്കടം. ഞാനാണെങ്കിലേ ഇന്ന് ഫുഡ് ചലഞ്ച് ആണ്, ഇന്നെങ്കിലും എനിക്കൊരു മോചനം കിട്ടും, ഇന്ന് വലിയ വലിയ സാധനങ്ങൾ എനിക്ക് കിട്ടുമെന്ന്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനിയും ഞാൻ ഇങ്ങനെ ഒരു മോചനമില്ലാതെ ഇതിൽ നിന്ന് ഇങ്ങനെ പെറ്റി കിടക്കട്ടെ. ഞാനിവിടെ ഇങ്ങനെ എന്ത് തൊട്ടാലും അതെല്ലാം ഭവിഷ്യത്തിലേക്ക് പോണത്. ആണോ? ദൈവമേ, ഒന്ന് ഭവിഷ്യത്തിലേക്ക് പോണേ ഇതൊക്കെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് ലവ് യു ഓൾ.